കസ്റ്റഡിയിൽ കിട്ടിയിട്ടും കാര്യമില്ലേ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ, ദിലീപ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പോലീസ് പറയുകയാണ്. പൾസർ സുനിയുമായി യാതൊരു പരിചയവുമില്ല എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. തെളിവുകൾ കാട്ടി ചോദ്യം ചെയ്യുമ്പോൾ മിണ്ടാട്ടമില്ല എന്നും പറയുകയാണ്. പോലീസിനൊരു നിവൃത്തികേടുണ്ടോ? എല്ലാ തെളിവുകളും പോലീസിൻ്റെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നിവൃത്തികേട് വരുന്നത്? പ്രതി മിണ്ടിയോ മിണ്ടിയില്ലോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കൃത്യമായി പ്രതിയെ ഫോക്കസ് ചെയ്യുന്ന, പിൻ പോയിൻ്റ് ചെയ്യുന്ന തെളിവുകൾ, കൃത്യമായ തെളിവുകൾ, എവിഡൻസ് പോലീസിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് മാത്രം മതിയാവുമല്ലോ. പക്ഷേ പ്രതി ചിലപ്പോൾ മിണ്ടിയെന്ന് വരും, ചിലപ്പോൾ മിണ്ടിയില്ല എന്ന് വരും. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ല എന്നാണ് എൻ്റെ പരിമിതമായ ലോ പോയിൻറ്റിൽ എനിക്ക് തോന്നുന്നത്. പക്ഷേ പ്രതിയുടെ കയ്യിൽ നിന്നും ഇത് കിട്ടാൻ കഴിയുമോ, നേരിട്ടുള്ള ഒരു കുറ്റസമ്മതം കിട്ടാൻ കഴിയുമോ എന്ന് പോലീസ് പരമാവധി ശ്രമിക്കണം. ആ ഭാഗമാണ് ഇപ്പോൾ നടക്കേണ്ടിയിരിക്കുന്നത്. പക്ഷേ പോലീസിൻ്റെ കയ്യിൽ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വാർത്തകളും പോലീസ് പുറത്തേക്ക് വിടുന്ന വാർത്തകളും എല്ലാം കൃത്യമായി ഈ മൊബൈൽ ഫോൺ ഒഴിച്ച് ബാക്കി എല്ലാ എവിഡൻസുകളും ഉണ്ട് എന്നുള്ളതാണ്. അവസാനം ഈ പോലീസിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ സംശയം, ഇതിനി അവസാനം ഈ പഴയ നമ്മുടെ ജിഷ വധക്കേസ് പോലെയൊക്കെ തന്നെ അന്വേഷണത്തിൽ ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി കളയുമോ എന്ന് എനിക്കൊരു ചെറിയ സംശയം ഇപ്പോൾ ഉണ്ട് ഈ കേസ് അന്വേഷിച്ച്. ശരി, അഡ്വക്കേറ്റ് MC ആഷി, 3 ദിവസത്തെ കസ്റ്റഡിയാണ് ആദ്യഘട്ടത്തിൽ ചോദിച്ചത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സാഹചര്യ തെളിവുകൾ പരിശോധിക്കുന്നതിന് വേണ്ടി അത്രയും മതി. കാരണം ഈ പറയുന്ന എറണാകുളത്ത്, തൃശ്ശൂർ, തൊടുപുഴ, അപ്പോൾ 3 ദിവസം ധാരാളം. 2 ദിവസം അനുവദിക്കുന്നു, അവിടെ പോകുന്നു, തിരിച്ചു വരുന്നു. ഇന്നിപ്പോൾ ജാമ്യാപേക്ഷയിലേക്ക് പ്രതിഭാഗം പോകുമെന്നൊരാശങ്ക കൊണ്ട് പെട്ടെന്ന് കസ്റ്റഡി 1 ദിവസം കൂടെ അധികമായി ചോദിച്ചു വാങ്ങിയതാണോ പോലീസ്? എവിടെയെങ്കിലും പോലീസിൻ്റെ നീക്കങ്ങളിൽ ഒരു ദൗർബല്യം കാണുന്നുണ്ടോ? അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് വളരെ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ പ്രതികൾ വേണ്ടത്ര തയ്യാറെടുപ്പുകൾ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന സാധനമൊന്നുമില്ല. 2013 മുതൽക്ക് ഇതുമായി ബന്ധപ്പെട്ട ആലോചനകളും ചർച്ചകളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെളിവുകൾ ഇല്ലാതാക്കുന്നതിനും സാഹചര്യങ്ങൾ നശിപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ളൊരു ഹോംവർക്ക് ഈ പ്രതികൾ ചെയ്തിട്ടുണ്ടാകും. അത് അത്രയും പോലീസിന് അതിൻ്റെ ജോലി വർദ്ധിപ്പിക്കുന്ന കാര്യമാണത്. ആദ്യഘട്ടത്തിൽ പ്രതിയല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ താൻ പ്രതിയല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചിലപ്പോൾ അദ്ദേഹം പ്രതിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹം പോലീസുമായിട്ട് വളരെയധികം സഹകരിച്ചിട്ടുണ്ടാവും. ആ ഒരു സമീപനം പ്രതിയാക്കപ്പെട്ടതിന് ശേഷം പോലീസിനോട് അദ്ദേഹം കാണിക്കാൻ ഒരു സാധ്യതയുമില്ല, അത് കാണിക്കുകയില്ല. പക്ഷേ ഈ 3 ദിവസത്തെ കസ്റ്റഡി എന്ന് പറയുന്നത് ഈ 3 സ്ഥലങ്ങളിലുള്ള പരിശോധനയിലേക്ക് മാത്രമായിട്ട് ചുരുക്കുക എന്നുള്ള രൂപത്തിലേക്ക് പോലീസ് വരികയൊന്നുമില്ല. അവർ വിവിധ ഘട്ടങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. ഈ പ്രതിയെ കസ്റ്റഡിയിൽ വെച്ച് തെളിവെടുക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. ഈ പ്രതിയെ കസ്റ്റഡിയിൽ വെച്ച് തെളിവെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പ്രതിയുടെ കുറ്റസമ്മതത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും വസ്തുവകൾ, ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ കണ്ടെടുക്കുക എന്നുള്ളതാണ്, വസ്തുക്കൾ കണ്ടെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ അതിനകത്ത് പെടുന്നതാണ്. അത് വളരെ നിർണായകമായ തെളിവാണ്. അത് പ്രതിഭാഗത്തിന് വളരെ ശക്തമായിട്ട് എതിരായി നിൽക്കുകയും പ്രോസിക്യൂഷന് വളരെയധികം വിചാരണ വേളയിൽ സഹായിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള തെളിവാണ്. പക്ഷേ അവിടേക്ക് എത്തേണ്ടതിന് ഇതൊന്നും സ്വമേധയാ എത്താവുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ തന്നെ എന്നോട് ചോദിച്ചിരുന്നു, ഈ 2 ദിവസത്തെ കസ്റ്റഡി കൊണ്ട് എന്തെങ്കിലും ആവുകയെന്ന്. നമ്മൾ അന്നേ പറഞ്ഞിരുന്നു 2 ദിവസത്തെ കസ്റ്റഡി കൊണ്ട് ആവുകയില്ല എന്നുള്ളത്. കാരണം ഇത് വിവിധ മേഖലകളിൽ വിവിധ സന്ദർഭങ്ങളിൽ നടന്നിട്ടുള്ള ഒരു കുറ്റകൃത്യമായതുകൊണ്ട് അത്രയും മേഖലകൾ കവർന്ന് അന്വേഷിച്ച് എത്തുന്നതിന് വേണ്ടിയിട്ട് സമയമെടുക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത് കസ്റ്റഡി നീട്ടുന്നത്. അല്ലാതെ ഇത് ജാമ്യാപേക്ഷ എതിർക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് മാത്രമാകണമെന്നില്ല. പോലീസിന്റെ ജോലി ചെയ്യുന്നു. വെറും 3 ദിവസത്തേക്ക് ആദ്യം കസ്റ്റഡി ചോദിച്ചത് എന്തുകൊണ്ട്? അല്ല, അത് കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആ കസ്റ്റഡി ആപ്ലിക്കേഷനിൽ ആവശ്യമായ കാര്യങ്ങൾ കൂടി ബോധിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജാമ്യാപേക്ഷ അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ വാങ്ങേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് പ്രതിഭാഗത്തിന് വാദിക്കാനും സ്ഥാപിക്കാനും കഴിഞ്ഞാൽ ഈ കസ്റ്റഡി അപേക്ഷ തള്ളപ്പെടും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം മാത്രമേ അപ്പോൾ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ തന്നെ വരികയാണ്, പിന്നീട് വിവരം ലഭിക്കുകയാണെങ്കിൽ. അഡ്വക്കേറ്റ് ആഷി, കാരണം രാംകുമാർ വാദിക്കുന്നത് ഇത് ആദ്യഘട്ടത്തിൽ 13 മണിക്കൂർ ചോദ്യം ചെയ്തു,
പിന്നീട് ഏതാണ്ട് 11 മണിക്കൂറോളം ചോദ്യം ചെയ്തു. DGP അടക്കം ചോദ്യം ചെയ്തു. ഇനിയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണ് എന്നതാണ് ഒരു ചോദ്യം. അതൊരു ശക്തമായ ചോദ്യമല്ലേ? അല്ല, കസ്റ്റഡിയിൽ ഒരു പ്രതിയെ കിട്ടുക എന്നുള്ളതിന് ചോദ്യം ചെയ്യുക മാത്രമൊന്നുമല്ല ഉദ്ദേശം. പല കാരണങ്ങൾ കൊണ്ടാവാം. ഇത് ചോദ്യം ചെയ്യുന്നതിൽ പ്രതിഭാഗത്തിന് വലിയ പരിമിതികളുണ്ട്. ഒരു പ്രതിയെ കസ്റ്റഡിയിൽ വയ്ക്കുന്നതിന് ആ പ്രതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജീവഹാനി സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പ്രതിയെ കസ്റ്റഡിയിൽ വെച്ചൂടെ? ജുഡീഷ്യൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെന്ന് പോലീസിന് ആവശ്യപ്പെടാമല്ലോ. പ്രതി മറ്റേതെങ്കിലും പ്രതിയെ ഉപദ്രവിക്കാനോ സാക്ഷികളെ ഉപദ്രവിക്കാനോ സാധ്യതയുണ്ടെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡി തുടരാൻ സാധിക്കുമല്ലോ. അങ്ങനെ വിവിധ സാഹചര്യങ്ങളുണ്ട്. പ്രതി ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല, പക്ഷേ പൾസർ തുനിയുടെ കാര്യത്തിൽ വേണമെങ്കിൽ അങ്ങനെ സംഭവിച്ചേക്കാം. അപ്പോൾ വിവിധ സാഹചര്യങ്ങൾ കസ്റ്റഡിയിൽ വയ്ക്കുന്നുണ്ട്. ചോദ്യം ചെയ്യുക എന്നത് നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം പ്രതിയെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടുകിട്ടണമെന്ന് പ്രതിഭാഗത്തിന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടൊന്നും കഴിയുകയില്ല. തുടരേണ്ട സാഹചര്യം അവിടെ ഉണ്ടെന്ന് പോലീസ് തെളിയിക്കുകയാണെങ്കിൽ, പ്രോസിക്യൂഷൻ തെളിയിക്കുകയാണെങ്കിൽ കസ്റ്റഡി കാലാവധി തുടരുക തന്നെ ചെയ്യും. പക്ഷേ ഇന്നിപ്പോൾ പോലീസ് അടുത്ത ഉറപ്പുകളാണ് കോടതിക്ക് കൊടുക്കുന്നത്. മതിയായ തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്, വേണമെങ്കിൽ ഈ പറയുന്ന കേസ് ഡയറി സീൽ ചെയ്ത് ഹാജരാക്കാം, ഒരുപക്ഷെ നാളെ അത് കോടതി പരിശോധിക്കാനും ഇടയുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, സൂക്ഷ്മാർത്ഥത്തിൽ ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ദൗർബല്യങ്ങൾ പ്രകടമാകുന്നുണ്ടോ? ഇതൊരു കോടതി പരിശോധനയിലേക്ക് കടക്കുന്ന ഘട്ടമാകുമ്പോൾ. കാരണം അഡ്വക്കേറ്റ് രാംകുമാർ പറയുന്നത് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് യഥാർത്ഥത്തിൽ ഇവർ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം ഏത് സാക്ഷിയെ മാപ്പുസാക്ഷിയാക്കണമെന്ന് തീരുമാനിക്കാനാണ്. അതൊരു വലിയ പരിഹാസമാണ്. ആ പരിഹാസം എന്ന് പറയുന്നത് പോലീസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ പോരായ്മയിലേക്കുള്ള ചൂണ്ടുപലകയല്ലേ? രണ്ടാമതായി അദ്ദേഹം പറയുന്നൊരു കാര്യം, ഒന്നാമത്തെ പ്രതിയെ ഈ പറയുന്ന മൊബൈൽ എവിടെയെങ്കിലും ഈ പറയുന്ന തരത്തിൽ എവിടെയെങ്കിലും ഒളിച്ചു വെക്കുകയോ അല്ലെങ്കിൽ മാറ്റിവെക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് കണ്ടെത്തുവാനുള്ള ഉത്തരവാദിത്തം എങ്ങനെയാണ് മറ്റു പ്രതികളുടെ മേലാകുന്നത്? ഇത് രണ്ടും കാതലായ ചോദ്യമല്ലേ? ഇന്നിപ്പോൾ ഒരു ദിവസത്തെ കസ്റ്റഡി കൂടി അനുവദിച്ച സ്ഥിതിക്ക് കോടതി അതിലേക്ക് കടന്നിട്ടില്ല. പക്ഷെ നാളെ ഈ വാദവും കൂടെ പരിഗണിച്ചുകൊണ്ടാകും ഈ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഒരു വേള നാളെ വിധി പറഞ്ഞില്ല എന്നിരിക്കും. അങ്ങനെ ഹൈക്കോടതിയിലേക്ക് ഈ കേസ് ജാമ്യാപേക്ഷ അതിവേഗം എത്തുന്നതിന് ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്നിരിക്കും. പക്ഷേ അത് അധികം അങ്ങ് നീണ്ടുപോകുമോ അഡ്വക്കേറ്റ് ആഷി? അധികം അങ്ങനെ നീണ്ടുപോകേണ്ട ഒരു സാഹചര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, മറ്റ് സാഹചര്യങ്ങൾ ഈ പ്രതിക്കെതിരെ, ദിലീപ് എന്ന് പറയുന്ന പ്രതിക്കെതിരെ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇപ്പോൾ രാജ്യം വിട്ടു പോകാൻ അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ ഇവിടെയുണ്ട്, അദ്ദേഹത്തിന് വേണമെങ്കിൽ വലിയൊരു സംഖ്യയ്ക്ക് ജാമ്യം കൊടുക്കാം, അതൊക്കെ വേറെ വിഷയം. ഇവിടെ ചോദിച്ച രണ്ട് ചോദ്യങ്ങളിൽ ഒന്ന് പിന്നെ മാപ്പ് സാക്ഷിയാകുന്നു എന്നുള്ളതാണ്. മാപ്പ് സാക്ഷിയാക്കുന്നതിനെ പ്രതിഭാഗം പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ പോലീസിൻ്റെ സ്വാതന്ത്ര്യമാണ്. മറ്റ് തെളിവുകൾ ലഭ്യമല്ല എന്നിരിക്കെ ഏറ്റവും അപൂർവമായി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് മാപ്പ് സാക്ഷിയാവുക എന്നുള്ളത്. ഈ ഘട്ടത്തിൽ ദിലീപിൻ്റെ കസ്റ്റഡി നിർണായകമാകുന്നതും അതുകൊണ്ടാണ്. ഇപ്പം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്ക് അതിനകത്ത് ഇടപാടുണ്ടെങ്കിൽ മറ്റൊരു പ്രതി മാപ്പ് സാക്ഷിയാകാൻ തയ്യാറാകുന്ന ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം സ്വതന്ത്രനായാൽ അതില്ലാതാവുകയാണ് ചെയ്യുക. അപ്പോൾ പോലീസ് അവിടെ ജാഗ്രത പാലിക്കേണ്ടത്, അത് കോടതിയും ജാഗ്രത പാലിക്കും. പ്രതിഭാഗം പരിഹസിച്ചതുകൊണ്ട് മാത്രമൊന്നും ആ കാര്യങ്ങൾ പിന്നെ ആവശ്യപ്പെടാൻ വഴിയില്ല. രണ്ടാമത്, ഈ ദൃശ്യം ഒന്നാം പ്രതി കൈവശപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ ഫോണുകളും ദൃശ്യങ്ങളും വേറൊരു പ്രതി ഏറ്റെടുക്കണോ എന്നുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യവും പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാം പ്രതി ചെയ്യുന്നത് മറ്റ് പ്രതികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ ലഭ്യമായി കഴിഞ്ഞാൽ ഇത് എവിടെ ഏൽപ്പിക്കണം, ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചും അവർ തമ്മിൽ മുൻധാരണകൾ ഉണ്ടായിട്ടുണ്ടാകും. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുന്നു സൂചന, തെളിവല്ല, സൂചന. ആ സൂചനകൾ തെളിവിലേക്ക് മാറ്റപ്പെടേണ്ടതുണ്ട്. അതൊരു വലിയ എക്സർസൈസാണ്. അപ്പോൾ ഈ മൊബൈൽ ഫോണുകളും ദൃശ്യങ്ങളും എവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു, ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് മറ്റൊരു പ്രതിക്ക് വിവരമുണ്ടെങ്കിൽ ആ പ്രതിയിൽ നിന്ന് ആ വിവരം ശേഖരിക്കുക എന്നുള്ള വളരെ വിഷമകരമായ ഒരു കടമ്പ പോലീസിന് കടക്കേണ്ടതുണ്ട്. അതിവിടെ നടക്കുകയാണ്. അതിൽ ഒന്നാം പ്രതിയാണോ 10ാം പ്രതിയാണോ 9ാം പ്രതിയാണോ എന്നുള്ളതൊക്കെ ഇത് തീരുന്ന മുറയ്ക്കേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. പ്രതിഭാഗം വാദം കൊണ്ട് മാത്രം അത് ദുർബലപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ശരി, ശ്രീ ലിബർട്ടി ബഷീർ, താങ്കൾക്ക് പരിചയമുള്ള ദിലീപ്, ആ ദിലീപ് ഇത്ര മണിക്കൂറുകൾ ചോദ്യം ചെയ്യലിന് വിധേയനായിട്ടും പോലീസ് കസ്റ്റഡിയിലായിട്ടും ഇപ്പോഴും കുലുക്കമില്ലാത്ത രൂപത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല, ഒന്നും വിട്ടു പറയുന്നില്ല, മിണ്ടാട്ടമില്ല പല തെളിവുകളും ചൂണ്ടിക്കാട്ടുമ്പോൾ.
എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായല്ലോ, തിരിച്ചു വരുമെന്ന പ്രതീക്ഷ അദ്ദേഹം പലരോടും പങ്കുവയ്ക്കുന്നു. ഏതറ്റം വരെയും ഈ കേസിൽ നിയമയുദ്ധത്തിന് തയ്യാറാണ് എന്ന് അദ്ദേഹത്തിനോട് അടുത്ത വൃത്തങ്ങളോട് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ ദിലീപ് ഇത്ര ശക്തനായി തന്നെ ഇത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്നു എന്നാണോ താങ്കളുടെ ബോധ്യം? വേണു തീർച്ചയായിട്ടും കോടീശ്വരനാണ്, ആർട്ടിസ്റ്റ് സൂപ്പർ സ്റ്റാറാണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഗവൺമെന്റിലും കഴിവുള്ള ഒരു വ്യക്തി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും അയാൾ പ്രതി നിലക്ക് ഏത് അവസാന ഘട്ടം വരെ പോകുന്നില്ല. ഇപ്പം നിങ്ങളായാലും ഞാനായാലും അത് പോകുന്നുള്ള ഉറപ്പാണ്. ഇവിടെ വേണം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആ സംഭവം കഴിഞ്ഞിട്ട് അതിന് പിറ്റേ തന്നെ ഇവർ എറണാകുളത്ത് ഒരു മൊത്തം ഒന്നിച്ചു കൂടിയിട്ട് ഉണ്ട്. അന്നത്തെ ആ മുഖഭാവത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സാരമില്ല, പോട്ടെ, അന്നത്തെ ഒരു ദിവസം അഭിനയിക്കാൻ പറ്റും. കഴിഞ്ഞ 4 മാസമായിട്ട് അവൻ്റെ മുഖഭാവത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അമ്മയുടെ മീറ്റിങ്ങിൽ ഇങ്ങനെ പല സമയത്തും അവൻ്റെ നല്ല മുഖം കണ്ടാന്ന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടോ? അപ്പം നല്ലൊരു അഭിനേതാവാണെന്ന് തന്നെ സാർ, നല്ല എനിക്ക് വന്ന് നല്ല ഓസ്കാർ അവാർഡ് കിട്ടേണ്ട അഭിനയം. രണ്ടാമത്തെ കാര്യം വേണമെന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇന്ന് പ്രബീഷ് ചാക്കോ എന്ന വ്യക്തി ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ചൊവ്വാഴ്ചക്ക് കേസ് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്ന എളുപ്പത്തിൽ